ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു വൈഫൈ എക്സ്റ്റൻഡറാണ്. ഇത് TP-Linkൻ്റെ ആണ്. ഇതിൻ്റെ മോഡൽ കുറേ ഉണ്ട്, ഒരു 2-3 മോഡലുണ്ട് ഇവർക്ക്. സ്റ്റാർട്ടിങ് 1200 തൊട്ടുണ്ട്. ഇത് AC750 എന്ന് പറഞ്ഞൊരു ഡുവൽ ബാൻഡ് വൈഫൈ എക്സ്റ്റൻഡറാണ്. ഇതിന് 1799 ഒക്കെ റേറ്റാണ്. ഇടയ്ക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ TP-Link നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും, ഇത് ചൈന കമ്പനിയാണ്. അപ്പോൾ D-Linkൻ്റെ നോക്കിയപ്പോൾ നല്ല റേറ്റ് കൂടുതലാണ്. അതുപോലെ നെറ്റ് ഗിയറിൻ്റെ അവരൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് TP-Linkൻ്റെ വാങ്ങിയത്. 3 ഇയർ വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബോക്സിൽ. അപ്പോൾ നമുക്ക് ബോക്സ് അടുത്തേക്ക് ഒന്ന് കാണാം, അൺബോക്സിംഗ് ആയിട്ട് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് അൺബോക്സിംഗ് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ TP-Linkൻ്റെ വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡറിൻ്റെ ബോക്സ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ 1 മെഷ് എന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ. പിന്നെ TP-Linkൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ എന്നുണ്ട്. പിന്നെ AC750 ഡ്യുവൽ ബാൻഡ് എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. പിന്നെ ഇത് വൈഫൈ ഡെഡ് സോൺ കില്ലർ എന്നാണ്. നമ്മളിപ്പോൾ ഡെഡ് സോണിൽ വെക്കാനുള്ള സാധനമാണല്ലോ ഇത് എക്സ്റ്റൻഡർ. പിന്നെ SS പോയിൻറ്റ് മോഡ് ഉണ്ട്. പിന്നെ ഈസി സെറ്റപ്പ് ആപ്പ് വഴിയാണ് ടെതറിങ് ആപ്പ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വർക്ക് വിത്ത് എനി വൈഫൈ റൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ RE200 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മോർ ദാൻ എ ട്രഡീഷണൽ റേഞ്ച് എക്സ്റ്റൻഡർ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് റോമിംഗ്, 1 വൈഫൈ നെയിം, അതുപോലെ ഈസി സെറ്റപ്പ് ആൻഡ് യൂണിഫൈഡ് മാനേജ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്ഗ്രേഡ് ടു മെഷ് നെറ്റ്വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക പാക്കേജ് കണ്ടൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ റേഞ്ച് എക്സ്റ്റൻഡറും ഉണ്ട്. പിന്നെ ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡും ഉണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ ഒരു പടം വെച്ച് കാണിച്ചിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. നമ്മളിത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണോ റേഞ്ച് ഇല്ലാത്തത് അതിൻ്റെ ഒരു ജസ്റ്റ് എൻഡിലായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അവിടത്തേക്കുള്ള റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വർക്ക് വിത്ത് എനി വൈഫൈ റൂട്ടർ ടു എലിമിനേറ്റ് വൈഫൈ ഡെഡ് സോൺ എഴുതിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി നോക്കി കഴിഞ്ഞാൽ ഹൈ സ്പീഡ് മോഡിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈസി സെറ്റപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ സൈമിൾട്ടേനിയസ് ഡ്യുവൽ ബാൻഡ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2.4 GHz 5 GHz ബാൻഡ് സപ്പോർട്ടഡ് ആണത്. പിന്നെ SS കൺട്രോൾ എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോമ്പാക്ട് വാൾ പ്ലഗിങ് ഡിസൈൻ, നമ്മുടെ ഒരു പ്ലഗ് പോലെയാണ് ഇത്. അവിടെ ഈ പടം കാണുന്നുണ്ടല്ലോ അതുപോലെയാണ്. പിന്നെ ഇൻ്റലിജൻറ്റ് സിഗ്നൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അതിപ്പോൾ അവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ആണെങ്കിൽ സ്ട്രോങ് കണക്ഷൻ, റെഡ് ആണെങ്കിൽ ടു ഫാർ ഫ്രം റൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റേഞ്ചിൻ്റെ ഇത് കാണിക്കുന്നതാണ്. പിന്നെ ഒരു WPS ബട്ടൺ ഉണ്ട്. പിന്നെ അത് നമുക്ക് എന്താ വെച്ചാൽ ഫാസ്റ്റായിട്ട് റൂട്ടറായിട്ട് കണക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് അമർത്തി പിടിച്ചിട്ട് അത് അമർത്തി പിടിച്ചാൽ ഡയറക്റ്റ് ലിങ്ക് കണക്ട് ആയിക്കോളും. പിന്നെ ഇതർനെറ്റ് പോർട്ടും ഉണ്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ. പിന്നെ ഇത് ഇവിടെ നമുക്ക് PC, ഗെയിമിംഗ് കൺസോൾ, സ്മാർട്ട് TV അതിനൊക്കെ ഉപയോഗിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് TP-Link ടെതർ എന്ന് പറയുന്ന ഒരു ആപ്പാണത്. ടെതർ എന്നുണ്ടാവുള്ളൂ മറ്റേ നമ്മുടെ ഗൂഗിളിൽ. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് അതിൻ്റെ കുറേ സീരിയൽ നമ്പറും അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മെയ്ഡ് ഇൻ ചൈന. അത് നമ്മുടെ TP-Link എന്ന് പറയുന്നത് ചൈനീസ് ബ്രാൻഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതുപോലെ D-Link എന്ന് പറയുന്നത് തൈവാനാണ്. അപ്പോൾ പിന്നെ അതിലിപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ D-Link തന്നെയാണ് നല്ലത്. പിന്നെ ഇതിൽ എന്താ ഫ്രഞ്ച്, ജർമ്മൻ കുറേ ഭാഷകളുടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മുകളിൽ 3 ഇയർ വാറണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ വേൾഡ് നമ്പർ 1 വൈഫൈ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രൈസിൽ MRP എഴുതിക്കുന്നത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് കാണുന്നില്ല. 5000 സംതിങ് ഒക്കെയാണ് എഴുതിക്കുന്നത്. 5499 രൂപയെന്നാണ് MRP എഴുതിക്കുന്നത്. പക്ഷേ സെല്ലിംഗ് പ്രൈസ് 1799 ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലോ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ടൈറ്റാണത്. ഞാൻ ബാക്കിൽ നിന്നാണ് പിടിച്ച് ഓൾമോസ്റ്റ് ഓപ്പൺ ആക്കിക്കുന്നത്. തിരിഞ്ഞു പോയി ഫസ്റ്റ് തന്നെ വരുന്നത് ഇൻസ്റ്റാളേഷൻ ഗൈഡാണ്. ഇത് പവർ ഓൺ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വഴിയെ പറയാം. പിന്നെയുള്ളത് ഡയറക്റ്റ് പിന്നെ അത് തന്നെ ഉണ്ടാവുള്ളൂ. ഇതെന്താ സംഭവം, ഒരു പേപ്പറും കൂടി ഉണ്ട്. എന്താ പബ്ലിക് ലൈസൻസ് നോട്ടീസ് ആയിട്ടൊരു പേപ്പറും കൂടി ഉണ്ട്. പിന്നെ ഉള്ളത് മെയിൻ ഡിവൈസാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ വെബ് ബോക്സിൽ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളിലേക്ക് വെച്ചിട്ട് മെയിൻ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇതിപ്പോൾ ഇതാണ് സംഭവം. ജസ്റ്റ് ഒരു പ്ലഗ് പോലെ ഉള്ളൂ സംഭവം. എന്താ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലഗ് പോലെ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. അവരുടെ കുറച്ച് മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. പവർ റേറ്റിംഗ് എഴുതിയിട്ടുണ്ട് 0.3 ആംപിയർ ഉള്ളൂ. അതുപോലെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡീഫോൾട്ട് SS പാസ് നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ട്.
പിന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലാണെങ്കിൽ ശരിക്കും ഒരു ഡയമണ്ട് കട്ട് പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഒരു ഡയമണ്ട് പോലെ ഒരു നമ്മുടെ വെറുതും ഡിസൈനല്ല, ശരിക്കും ഒരു തൊടുമ്പോഴും ആ ഫീൽ വരുന്നുണ്ട് ഒരു ഡയമണ്ട് പോലെ. പിന്നെ ഇതൊക്കെ LED ആണ്, ഇത് 5Gൻ്റെ ലൈറ്റാണ്, ഇത് 2.4Gൻ്റെ ലൈറ്റാണ്. പിന്നെ ഒരു വൈഫൈൻ്റെ എംബ്ലമുണ്ട്. അതുപോലെ ഇത് പവർ ഓണിൻ്റെ ആണ്, ഇത് റീസെറ്റാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇഥർനെറ്റിൻ്റെ ഒരു പോർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പവർ ഓൺ ഇതിനുണ്ട്, പ്ലഗ് ദ എക്സ്റ്റൻഡർ ഇൻ ടു പവർ സോക്കറ്റ്. പിന്നെ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റലേഷൻ ഗൈഡാണ്, അത് പവർ ഓൺ ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മുടെ ടെതർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ടെതർ ആപ്പിൽ നമുക്ക് ഈ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതിൽ നമുക്കത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സൈനപ്പ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരു TP-Linkൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. അത് തുടങ്ങി കഴിഞ്ഞിട്ട് അതിൽ കൂടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആഡ് ഓൺ ഡിവൈസ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് ഇപ്പോൾ ഇത് എന്താ പറയുക വൈഫൈ എക്സ്റ്റൻഡറാണ്. അപ്പോൾ അതിൽ എക്സ്റ്റൻഡർ എന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്യണം. അതിൽ അതേപോലെ റൂട്ടർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതിൽ നമ്മൾ എക്സ്റ്റൻഡർ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്കിതിൽ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അതൊരു റെഡ് ലൈറ്റ് ഒരു ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ അത് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൽ കാണിച്ചു തരും. ഈസി മെത്തേഡാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് WPS ബട്ടൺ വെച്ചിട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 2 മെത്തേഡാണിത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക സെറ്റിങ്സിനെ കുറിച്ച് ലൈറ്റുകളെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവം എന്ന് പറയുന്നത് റീസെറ്റ് അല്ല കേട്ടോ, സോറി, അത് തെറ്റിപ്പോയി. അത് WPSൻ്റെ ഇതാണ് ഈ കാണുന്നത്, WPSൻ്റെ ആണത് സെറ്റ്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് പവറാണ്, അതിൻ്റെ മുകളിൽ ഇഥർനെറ്റിൻ്റെ ആണ്. ബാക്കി നമ്മുടെ സിഗ്നൽ, നമ്മുടെ വൈഫൈൻ്റെ സിഗ്നൽ 2.4 GHz 5 GHz ആണ്. പിന്നെ 1 മെഷിൻ്റെ വിത്ത് സീംലെസ് റോം എന്ന് വെച്ചാൽ 1 മെഷിൻ്റെ ഒരു സപ്പോർട്ടുള്ള ഇതാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ സാധനത്തിൽ നോക്കി എല്ലാം മനസ്സിലാവും. അതുപോലെ ടെതറിങ് ആപ്പിൻ്റെ ഉണ്ട്, നമുക്ക് via ബ്രൗസറും സെറ്റ് ചെയ്യാനുണ്ട്. ആ ലിങ്കാണ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ലിങ്ക്, TP-Link repeater.net ലിങ്കാണത്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഡയറക്റ്റ് ഈസിയായിട്ട് കണക്ട് ചെയ്യാം. വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. നമ്മുടെ റൂട്ടർ സെറ്റ് ചെയ്യുന്ന പോലത്തെ കോംപ്ലക്സ് അല്ല, ഇത് ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ താഴെയുള്ള മോഡൽ നിങ്ങൾ വാങ്ങണ്ട, അത് കുറച്ച് ഇതിൻ്റെ അത്ര ഇതുണ്ടാവില്ല. ഓൾറെഡി നമ്മൾ വയർലെസ്ലി നെറ്റ് റേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് കുറയും സ്പീഡ്, അത് എല്ലാത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മറ്റേ മോഡലിൽ സ്പീഡ് ഒന്നുകൂടി കുറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ വാങ്ങിയാൽ മതി വാങ്ങുന്നുണ്ടെങ്കിൽ, ഈ റേഞ്ച് ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് D-Linkൻ്റെയോ അല്ലെങ്കിൽ നെറ്റ് ഗിയറിൻ്റെയോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം, ആമസോണിൻ്റെ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഇടാം. ഇത് രണ്ടായാലും ഏതെങ്കിലും വാങ്ങാം നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെക്കുറിച്ചോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.